ഇജ്ജല്ലേ പോരുന്നില്ലാന്ന് പറഞ്ഞു എമ്പുറം പടം കണ്ടിട്ട് എങ്ങനെയുണ്ട് ഇപ്പൊ? സിദ്ദീഖാക്ക അടിപൊളി സിനിമ. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഉള്ളിൽ കയറി പോയിട്ട് അങ്ങനെ ഊരെ കൊരത്തെ കുത്തി ടിക്കറ്റ് കിട്ടണ്ടേ. പക്ഷെ നിങ്ങൾ പറഞ്ഞോണ്ട് ഞാൻ സിനിമക്ക് വന്നു. സിനിമക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ രണ്ട് ചെങ്ങായിമാരിന്ന് പണിക്കും വന്നിട്ടില്ല. ഇവരോടുന്ന ഈ ബയർത്ത് കുളിച്ച് വരുന്നത് ഹംകികളാണ്. അവര് കള്ളന്മാര്, പണിക്കും വരൂല, തട്ടിപ്പിന്റെ ആൾക്കാരാ അവര്. തിക്കിലും തിരക്കിലും പെട്ടാലും നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ലേ? ടിക്കറ്റ് കിട്ടോണ്ട് സിനിമ കാണാനായി. അമ്മാജി തിരക്കല്ലേ എംബ്രാനെ. ഞാൻ പറഞ്ഞു കേട്ടിക്കണേ എംബ്രാൻ തിരക്കില്ല തിരക്കണേ പോയതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് കിട്ടി. ബാങ്ക് തിരക്കും സെറ്റ് വേറെ കയറിയിരിക്കും. എന്നാലേ ഞാൻ കണ്ട് പെരയിൽ പോവാണ്. നാളെ കാണാം. എന്നാ ശരി. നിക്കവിടെ എവിടേക്കാന്ന് പോയിന്ന്? ഇന്നത്തെ പണിക്കാരാഞ്ഞി? ഞങ്ങളെ എമ്പുരാൻ കാണാൻ പോയതാണ്. ഞങ്ങളെ കണ്ട് എല്ലാം സിദ്ദീഖേ, ഈ എമ്പുരാനും തമ്പുരാനും കണ്ടെടുക്കുക ഞങ്ങള്. അതൊക്കെ മോശം തല്ലിപ്പൊളി സിനിമ എന്നൊക്കെ ഇവിടെ പറഞ്ഞേക്കണതാ. എമ്പുരാൻ സിനിമ ഗുജറാത്തിൽ നടന്ന സംഭവമാണ്. അത് സിനിമയായിട്ട് തന്നെ കാണണം, വർഗീയമായിട്ട് കാണരുത്. ഇജ് പറഞ്ഞത് ശരിയാണ്. കേരളത്തിലെ സമൂഹം സിനിമ ആയിട്ട് തന്നെ കാണുള്ളൂ. ഒരിക്കലും അത് വർഗീയതായിട്ട് കാണൂല. കാരണം കേരളത്തിലെ ജനങ്ങൾ മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആളുകളാണ്. അതുകൊണ്ട് ഒരിക്കലും സിനിമ ആയി തന്നെ കാണും, വർഗീയതായിട്ട് ഒരിക്കലും കാണൂല. ഇവിടെ ജനങ്ങൾ ഒറ്റക്കെട്ടാ. എന്നാ നാളെ പണിക്ക് കേട്ടാ.